ഒരു 35 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം തീർക്കാം. നമസ്കാരം, ഞാൻ ടിറ്റോ വിൽസൺ, അങ്കമാലി ഡയറീസിലെ ക്ലാമ്പരാജനായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമുള്ള എല്ലാ വ്യക്തികളെ പോലെ തന്നെ നമ്മളും സിനിമനെ വളരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവുക, പിരിവ് ഇട്ടിട്ട് ടിക്കറ്റ് എടുക്കുക, ഫസ്റ്റ് ദിവസം ഇടിയിലായിട്ട് സിനിമയ്ക്ക് കയറുക, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കാഷ്വലായിട്ട് ഞാനും ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ സിനിമയിലേക്ക് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡയറക്റ്റ് ഒന്നും കയറാനുള്ള യാതൊരു സാധ്യതകളും എനിക്കില്ല. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ അപ്പച്ചനൊക്കെ ഒരു സാധാരണ മനുഷ്യനാണ്, സാധാരണ ജോലിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് സിനിമയിൽ എങ്ങനെ എത്തിപ്പെടാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഇപ്പോൾ പഠിപ്പ് വേണം, പഠിക്കണം, ഇതിൻ്റെ പിന്നാലെ പഠിക്കാനാണ്. ഒരു കാര്യത്തിന് ഇപ്പോൾ ഏതൊരു തൊഴിൽ ഇറങ്ങുമ്പോഴും ആ തൊഴിലിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് വേണം ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാമെന്നുള്ള രീതിയിലാണ് ഡ്രാമ സ്കൂളിൽ എത്തിയതും നമ്മളിവിടെ പഠിക്കാൻ ജോയിൻ ചെയ്തു. ഇവിടേക്ക് സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രൻസും കാര്യങ്ങളൊക്കെ കുറേ കടമ്പകളുണ്ട്. പക്ഷേ നമുക്ക് ഭാഗ്യവശാലും നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്തു. അതൊരു അത്ഭുതമാണ് നമ്മുടെ ഡ്രാമ സ്കൂളിൽ സീറ്റ് കിട്ടണം. വളരെയധികം സന്തോഷത്തോടു കൂടി കാണുന്നുണ്ട്. ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നതല്ല, ഞാനും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. പെട്ടെന്ന് ജോലിക്ക് നിർത്തി ഇവിടെ പഠിക്കാനൊക്കെ വന്നു. അതിൻ്റെയൊക്കെ ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആർക്കൊന്നും അംഗീകരിച്ച് തരാനൊന്നും പറ്റിയിരുന്നു. ഇപ്പോൾ ആവശ്യത്തിലേറെ പ്രായമായി. ഇന്നത്തെ പ്രായമുള്ള പിള്ളേരൊക്കെ അതേപോലെ ജോലിക്ക് പോയി സെറ്റിലായി എന്നൊക്കെ ചെയ്യും. അപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നാടകം, സിനിമ, നമ്മൾ ഈ ലോകത്തിരിക്കണമെന്നാണ് രസം തോന്നുന്നത്. നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ തോന്നും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നതിനെ കുറിച്ചൊക്കെ നല്ലൊരു ധാരണ വരും. ഒരു ടൈമിൽ, ഒരു പീരീഡിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു നമ്മുടെ ഡ്രീംസിൻ്റെ പിന്നാലെ പോകാം. അങ്ങനെ പോയി ഇവിടെ എത്തി എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. പിന്നെ ഈ ഓഡീഷനിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതാണ്ട് ഒരു 2-3 ഓഡീഷനിലൊക്കെയാണ് ഞാൻ പങ്കെടുത്തപ്പോൾ. പല സ്ഥലത്തും നേരിട്ട് പോയി കാണില്ലാണ്. ഓഡീഷനിലപ്പുറം നേരിട്ട് പോയി ആൾക്കാരെ മീറ്റ് ചെയ്യുക, നേരിട്ട് ആൾക്കാരെ കണ്ട് സംസാരിക്കലായിരുന്നു എൻ്റെ കൂടെ. ഞാൻ ഓഡീഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല എന്നുള്ളതെന്ന് അറിയില്ല. കാരണം ഓരോ സ്ഥലത്ത് പോയിട്ട് അഭിനയിക്കുമ്പോൾ നമ്മളെക്കാളും നല്ല പ്രഗത്ഭരായിട്ടുള്ള നല്ല ആർട്ടിസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അവർക്കൊന്നും കിട്ടുന്നില്ല, പിന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടാകുന്നു. ചെറിയ ഈ റോളൊക്കെയാണെന്ന് കരുതിക്കോ. അങ്ങനെയുണ്ട്. നമുക്ക് പേടിയായിരുന്നു ഇവരൊക്കെ കടന്ന് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളൊരു പേടിയൊക്കെയാണ്. പിന്നെ ഇത് ഫ്രസ്ട്രേഷനായി നമ്മുടെ ഉള്ളിനുള്ളിൽ കിടപ്പായി. എവിടെയും നമുക്കൊന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ നാടകങ്ങൾ ചെയ്യുമ്പോഴും നാടകത്തിൽ പഠനം എഴുതിയായിട്ടൊന്നും ഒരു ഡയലോഗ് പറയാൻ തന്നെ നമ്മൾ കുറേ അധികം കഷ്ടപ്പെട്ടു. നമ്മളിന്ന് സങ്കടത്തിൽ തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ ടൈമിൽ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കമൽ സാറിൻ്റെ ഒരു ഓഡീഷൻ ആയിരുന്നു, പിന്നെ കമ്പനി പടത്തിൻ്റെ ഓഡീഷൻ, അങ്ങനെ കുറേ പടങ്ങളിലൊക്കെ ഓഡീഷനുകൾ ഇവിടെ വന്നു പോകുന്നു. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം നമുക്ക് ആരെയും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ആരെയും സംസാരിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് ആദ്യം ചോദിക്കുന്നത് സിനിമ എന്തെങ്കിലും ആയിട്ടുണ്ടോ, അല്ല എന്താ നിൻ്റെ പ്ലാൻ, നീ നാടകം പിന്നാലൊക്കെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ എത്താൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും. അല്ല, അവരും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒരു കോമൺ ലൈഫിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് സെറ്റിലായോ അല്ലയോ എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഒരു ലൈൻ വേറൊരു രീതിയിലായി. കാരണം നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, ഇങ്ങനെ കേട്ട് ഇങ്ങനെ വിടാറില്ല. അങ്ങനെ ഒരു ടൈം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓഡീഷൻ വരുന്നു, ഒരു പടത്തിൻ്റെ ഓഡീഷൻ. ഞാൻ തിരിച്ചു പോയതാണ്. ഞാൻ അവിടുന്ന് തിയേറ്ററിൽ ഓഡീഷൻ നടക്കുന്ന സമയത്ത് ഞാൻ തിരിച്ച് വന്നു. ഞാൻ ഇനി കയറിയിട്ടൊന്നും കാര്യമൊന്നും കിട്ടാനൊന്നും മുകളിൽ പറഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ സീനിയർ ഒരു സുഹൃത്ത്, ഞാൻ വേറെ ഒരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു, അജിത്ത് എന്നൊരു സുഹൃത്തുണ്ടാണ്. സീനിയർ വന്നിട്ട് പറഞ്ഞു ബാട നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് കാഷ്വലായിട്ട് നമ്മളവിടെ പോയി നിന്നത്. പിന്നെ നമുക്ക് നല്ലൊരു പോഷൻ കിട്ടി. പക്ഷേ രാജൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും ഞാൻ ഓഡീഷനിൽ ചെയ്തതായിട്ടും യാതൊരു ബന്ധമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഞാൻ അവിടെ ചെയ്തത് വളരെ സെൻറ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വളരെ രസമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അവർ ഓഡീഷൻ ചെയ്തതിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ക്യാരക്ടർ എൻ്റെ ആണെന്നാണ് അങ്ങനെ പറഞ്ഞ് കേട്ടത്. ഇനി അറിയില്ല, എല്ലാവരും നല്ല പെർഫോമൻസാണ്. അങ്ങനെ ഒരു പേഴ്സണലി നമുക്കൊരു അങ്ങനെ ഒരു കാര്യം കേട്ടു. ഇവിടുന്ന് ചെമ്മച്ചാണ്ട അനിയനെ ഉല്ലാസേട്ടനാണ് എൻ്റെ അടുത്ത് അപ്പം തന്നെ വന്നിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട്, രസമായിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അവരന്ന് പോയി. പിന്നെ അതിനുശേഷം ഞാൻ കണ്ണേട്ടനെ നേരിട്ട് വിളിച്ചു, അസോസിയേറ്റ് ആണ് കണ്ണേട്ടൻ. പിന്നെ പടത്തിലങ്ങനെ വേറൊരു വർക്ക്, ആളുടെ പേഴ്സണൽ വർക്കൊക്കെ ആയിട്ട് ആളിങ്ങനെ പോയി. അപ്പോൾ കണ്ണേട്ടനൊക്കെയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് കണ്ണേട്ടൻ ഇന്നൊരു ദിവസം വരേണ്ടി വരും അങ്കമാലി വന്നിട്ട് നമുക്ക് സംസാരിക്കാം, ഓഡീഷൻ ഉണ്ട്, ചെറിയൊരു വലിയ സാറിനും ആൾക്കാർക്ക് കാണും, ഇപ്പോൾ നീ ഒരു ചെറിയൊരു ഓഡീഷൻ ഉണ്ടാവും, അതിൽ വന്ന് ചെയ്യാൻ പറഞ്ഞ് അത് ചെയ്തു. അതൊക്കെ ഒരു ഗംഭീര പരിപാടിയായിരുന്നു.
ഞങ്ങളവിടെ പോയിട്ട് ഒരു 2-3 സീനൊക്കെ ചെയ്തു. 2-3 ഞാൻ സീൻ ചെയ്തതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ലിജോ സാർ എന്നെ നോക്കുന്നത് കാര്യമായിട്ട് എന്തൊരു നോക്കിയിട്ട് ആളിങ്ങനെ അങ്ങനെ നോക്കി ഞങ്ങളങ്ങനെ ഇറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങിപ്പോയി. പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കണ്ണാട്ടം വിളിച്ചിട്ട് പറഞ്ഞു, രാജൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നീ അവിടെ ചെയ്ത ക്യാരക്ടർ അന്ന് ഒരു ചെറിയ ഡയലോഗ് ഞാൻ വിചാരിച്ചൊരു ചെറിയ പോർഷനാണെന്ന് വിചാരിച്ചത്, ഒരു ചെറിയ സീനിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നീ ആ ക്യാരക്ടർ നീ ചെയ്യും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ രാജൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയില്ല, സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചിട്ടൊന്നും നമുക്ക് അറിയില്ല എന്താ സംഭവിക്കുന്നത്, എല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ ചെന്നിരുന്ന് ഒരു 3 ദിവസത്തെ ക്യാമ്പിന് വിളിച്ചു. നീ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കണ്ടിട്ട് എന്നിട്ട് ക്യാമ്പിന് ചെന്ന് 3 ദിവസം എല്ലാവരായിട്ടും ഇപ്പോൾ നമ്മളെല്ലായിടത്തും ചെയ്യുന്ന പോലെ എല്ലാവരും സംസാരിക്കലും അതിനെക്കുറിച്ചിട്ട് കുറേ ക്ലാസ്സുകളും ആക്ടിങ്ങിനെ കുറിച്ചുള്ള കുറേ അവരുടേതായിട്ടുള്ളൊരു ഷെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആൾക്കാർ അവരുടെ ലൈഫിലുണ്ടാകുന്ന മൊമെൻറ്റ്സുകൾ ഷെയർ ചെയ്യും. പിന്നെ ഒരു ചെറിയൊരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ കുറേ സീനുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അങ്ങനെയായിരുന്നു. അപ്പോഴാണ് ഇവർ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നതിനെ കുറിച്ചൊക്കെ ഒരു ഇത് തരുന്നത്, ഹിൻഡ് തന്നെ. അത് ചമ്മന്താണ്ടായിരുന്നു ഹിൻഡ് തരുന്നത്. ഞാൻ നായകൻ ആൻ്റണി ഇങ്ങനെ എല്ലാവരും പരിചയപ്പെടുത്തി. ഇപ്പോൾ ഞാനും സ്ഥലത്തും ജെയ്സണൊക്കെ കൊടുത്ത് ജെയ്സൺ ഇവിടെ എൻ്റെ ജൂനിയറാണ് ആകാശ്, കൊളുത്തി ജെയ്സൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പോൾ ആകാശം ഞങ്ങളൊക്കെ എല്ലാവരും ഇട്ടിരിക്കുന്നുണ്ട്. ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതിൽ എന്താണെന്നുള്ളതിന് വലിയ ധാരണ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ സൈഡ് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വിളിച്ച് രാജന് രവി എന്നും പറയുന്നത്, അല്ലാണ്ട് ഞങ്ങളുടെ രണ്ടുപേരും പേര് ചമ്മചണ്ണ അറിയില്ല. രാജൻ രവി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും മാറ്റി ഇവർ 2 പേരാണ് ഈ പടത്തിലെ വില്ലന്മാർ. ഈ പടത്തിൽ മെയിൻ വില്ലന്മാർ 2 പേരാണ്, രാജനും രവി. അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് നിർത്തി. പിന്നെയാണ് ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് റീഡ് ചെയ്ത് അങ്ങനെ ഒരു വഴിക്ക് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് സ്ക്രിപ്റ്റ് റീഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് 2-3 ദിവസം ഉണ്ടായിരുന്നു. രാജൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പോൾ എൻ്റെ അടുത്തൊരു ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേറെ ചെയ്ത സിനിമയിൽ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ നിങ്ങൾ ഇന്ന നാട്ടിലേക്ക് വന്നിട്ട് ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ, ഇപ്പോൾ എല്ലാവരുടെ ഇടയിലുള്ള ഒരു വ്യക്തിയെ പോലെയാണ് രാജൻ എടുത്തിട്ടുള്ളത്, ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇയാൾ ഇത്ര നാൾ, അതായത് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ പോലെ തന്നെയാണ് ഇതിൽ ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്നത്. നമുക്കുണ്ടാവും, എല്ലാവരുടെ ഇടയിൽ ഇങ്ങനൊരു സുഹൃത്തുണ്ടാവും. ആ സുഹൃത്തിൻ്റെ ആത്മാർത്ഥത, ആ സുഹൃത്തിൻ്റെ രീതികളും അവൻ്റെ പ്രകടനങ്ങളും അല്ലെങ്കിൽ അവൻ്റെ സംസാരം ഇതൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും തങ്ങി. നമുക്ക് അങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരിക്കും. എനിക്കുണ്ട് അതുപോലെ ഒരു സുഹൃത്ത്, അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നൊരു സുഹൃത്ത് എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം കൂടുതൽ ആൾക്കാർ അങ്ങനെ കണ്ടെത്തുന്നത്. അതായത് നമ്മളുടെ കൂടെയുള്ള ഒരാളാണ് എന്ന ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്തത് അവരൊറ്റ കാരണം കൊണ്ടായിരിക്കാം. പലപ്പോഴും നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതും ഒരുപാട് പണി തന്നിട്ടുള്ളതും സുഹൃത്തുക്കളാണ്. അപ്പോൾ സുഹൃത്തുക്കൾ ഞാൻ ഒരു അസറ്റായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതേപോലെ കണ്ടതുകൊണ്ടാവാം പ്രേക്ഷകരും ആ രീതിയിൽ കണ്ടതുകൊണ്ടൊക്കെ ആവാം രാജനെന്ന ക്യാരക്ടർ ആൾക്കാർ കൂടുതലായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. അതൊരു എന്താ പറയുക, ചിലവരൊക്കെ സ്വകാര്യ എന്താ പറയുക അഹങ്കാരം എന്നൊക്കെ രീതിയിലൊക്കെ ചിലരൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നത്. പക്ഷേ എന്നാൽ ആൾക്കാർ അത്രയധികം നമ്മളത്രയും ഇഷ്ടപ്പെട്ടു പോയി. ഒരു തരത്തിൽ നമ്മൾ ഇത്രയധികം ഇഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പേടിയായി. ആൾക്കാരുടെ അമിത സ്നേഹം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയായി. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. വേറെ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ സന്തോഷമാണ്. ഒരു ആക്ടർ നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള സന്തോഷമൊക്കെയാണ്. നമ്മൾ അങ്ങനെ അധികം ആൾക്കാരുടെ അടുത്തൊന്നും സംസാരിക്കണം. ഇങ്ങനെ പേഴ്സണലായിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംസാരിക്കുകയാണെങ്കിൽ നമ്മളിരുന്ന് ഇങ്ങനെ സംസാരിക്കും. ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ നമ്മളൊരു വേറൊരു ജീവിയെ പോലെയൊക്കെയാണ് കാണുന്നത്. മുകളിലൊക്കെ വന്ന് അടിമുകളൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ആൾക്കാർ നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു പേടിയാവും, ഇവരെന്താ ഇങ്ങനെയൊക്കെ നോക്കണം. അത് നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങളാണ്. അത് നമ്മൾ ശീലിച്ച് വരികയാണ്. ഞങ്ങൾ ഫസ്റ്റ് ദിവസം പൂജയുടെ സമയത്ത് ഞാൻ നേരം പോയി. വിജയ് ബാബു സാറും സാന്ദ്ര മേഡമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് അന്വേഷിച്ചു. രവി ശരത്ത് എല്ലാവരും ഉണ്ട്. ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് തടസ്സങ്ങളാണ്. ഇവിടുന്ന് ബസ് പിടിച്ച് അവിടെ എത്താനൊക്കെ നമുക്ക് ഇവിടുന്നൊക്കെ വളരെ 1-2 ബസ് പോയി വരാൻ. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് എത്തി വരുമ്പോഴേക്കും അവിടെ നേരം വയ്ക്കാം. കയറി ചെന്നിരിക്കും. ഞാൻ വിചാരിച്ചു എല്ലാവരും ചീത്ത പറഞ്ഞു. ആരും ചീത്ത പറഞ്ഞില്ല. വളരെ എന്താ പറയുക, അത് കുഴപ്പമില്ല ടിറ്റോ, പ്രശ്നമില്ല വന്നില്ലേ, ഇനി കൃത്യമായി പങ്കിലായിട്ട് കയറി നിൽക്കാൻ പറഞ്ഞു. ഇതിനും പ്രശ്നം ഇതൊക്കെയാണ്, എൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ അങ്ങനെ പറഞ്ഞ് അതിനെ പറ്റി. വിജയ് ബാബു സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഇത്രയും ആക്ടേഴ്സിനും വെച്ചിട്ട് 86 ആക്ടേഴ്സിനെ വെച്ചിട്ട് പുതിയതായിട്ട്
ഒരു പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിക്കുക, അത് വളരെ ഹിറ്റാക്കി എടുക്കുക, അതിൽ നമുക്കൊരു നല്ലൊരു കരിയറൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് തന്നെ നമ്മൾ പറയുന്നത്. അത്ര നമുക്ക് നല്ലൊരു ലൈഫ് ഇവർ വഴിയായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നല്ല രീതി ഇപ്പോഴും നല്ല രീതിയിലുള്ള കോണ്ടാക്ട്സ് ഉണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് സാറ് നമ്മളെ കെയർ ചെയ്യുന്നത്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പടം കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിലുള്ള ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ കരയാണോ ചിരിക്കുകയാണോ. ഇപ്പോൾ എൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത്, അവർക്കും അത്രയും ദിവസം നമ്മളെ എങ്ങനെയാണോ കണ്ടുവരുന്നത് ആ രീതിയിലല്ല പിന്നെ അവർ നമ്മളെ കാണുന്നത്. ആ പടം കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഇത്രയും നാളെ എഫേർട്ട് ചെയ്തതിന് അല്ലെങ്കിൽ ഇത്ര നാൾ നടന്നതിനൊക്കെ ഒരു ഗുണം ഉണ്ടായി കിട്ടുമോ, അത് വളരെ സന്തോഷം. നീ എന്തെങ്കിലും ചെയ്തല്ലോ, നീ ഇതിന് വേണ്ടി നടന്നിട്ടത് കാര്യം സാധിച്ചല്ലോ, ആ രീതിയിലേക്കാണ് അവരുടെ ഒരു അഭിപ്രായം. അപ്പച്ചനൊന്നും മിണ്ടിയുന്നില്ല, പപ്പയൊന്നും മിണ്ടിയില്ല. അപ്പോൾ മുണ്ടാണ്ട് രസമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ രീതിയിലാണ് അവർ എന്താ പറയാൻ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. മമ്മി കരച്ചിൽ, സെൻറ്റിമെൻറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും സെൻറ്റിമെൻറ്റ്സ് കൂടുതലാണ്. സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നു എല്ലാവരും. നിൻ്റെ അടുത്ത് ഞാനും വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞ് നീ സിനിമയിലൊന്നും കയറില്ല അങ്ങനെ. അതെന്താ സ്വാഭാവികമായിട്ട് നമ്മളെല്ലായിടത്തും കേൾക്കുന്ന ഒരു കാര്യമാണ്. അത് വീട്ടിൽ നിന്ന് മാത്രമല്ല, നാട്ടിൽ നിന്നും കൂട്ടുകാർ, അതൊക്കെ ഓൾറെഡി അതൊക്കെ ഈ ഒരു ലൈഫ് തിരഞ്ഞെടുക്കുന്ന എല്ലാ വ്യക്തികളും കേട്ടു വരുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഇതിവിടെ കേട്ട് അതിവിടെ കളയലാണ് വേണ്ടത്. ഒരു നമ്മളൊരു ഡ്രീമിൻ്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ എന്ത് ജോബായാലും എന്ത് കാര്യങ്ങളായാലും ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകും. ഗോ ഫോർ യുവർ ഡ്രീംസ്. സ്വപ്നങ്ങളുടെ പിന്നാലെ നടക്കുന്നതിനാണ് എപ്പോഴും വിജയുന്നത്. സ്വപ്നം മാത്രമായിട്ട് നടക്കരുത്. ട്രൈ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും വർക്കുകൾ ചെയ്യാം, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അതിൻ്റെ പിന്നാലെ നടക്കാം, അല്ലെങ്കിൽ പഠിക്കുക. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് സിനിമയിൽ കാരണം പറഞ്ഞിട്ട് നടന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. കാരണം ഇതിന് വേണ്ടിയിട്ട് മാത്രം കഷ്ടപ്പെട്ട് ഇത് ഐച്ഛികമായിട്ട് പഠിച്ച് വളരെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ഇതിനെക്കുറിച്ചിട്ട് പ്രബന്ധങ്ങളും എന്താ പറയുക പഠനങ്ങളൊക്കെ നടന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നും ഒരുപാട് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ, ഒരുപാട് നല്ല നല്ല ക്വാളിറ്റിയുള്ള കലാകാരന്മാർ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അവർ ഒരു ഭാഗം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇതൊന്നും പഠിക്കാതെയും പഠിക്കാണ്ട് തന്നെ നല്ലൊരു ബോൺ ആക്ടേഴ്സ് എന്ന് പറയും. ഇതൊന്നും അറിയില്ല, ഒന്നും പഠിക്കാണ്ട് തന്നെ നല്ല ആക്ടേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരും ഒരേ വേല തന്നെയാണ് ഇവർ രണ്ടുപേരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും പറ്റുന്നൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള കഴിവിൽ അവർ കോൺഫിഡൻസ് അല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊരു വർക്ക് പഠിച്ച് എനിക്ക് ഇന്നത് ചെയ്യാൻ അറിയാം, എന്നാൽ അതിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കണം. നമുക്കെല്ലാം നഷ്ടപ്പെടും, നമ്മുടെ ലൈഫും നമുക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ ഈ ഒരു പടത്തിൽ വരുന്ന ആൾ മുന്നേ വട്ടപൂജ്യം തന്നെയാണ്, ഒരു ബിഗ് സീറോ തന്നെയാണ്. അവിടെ നിന്നാണ് മേക്കപ്പ് ചെയ്ത് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനും പകൽ സ്വപ്നം കാണുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് പകൽ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. കാരണം ആ സ്വപ്നങ്ങളാണ് ഇപ്പം നമ്മളെ ഇങ്ങനെ ഒരു വഴിയിൽ വരെ എത്തിച്ചതെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ പിന്നാലെ പോയി വർക്ക് ചെയ്യും. നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രം തന്നെയാണ് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുള്ളൂ. ട്രൈ ചെയ്യുള്ളൂ. ഇത്ര നേരം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയ ഫ്രൈഡേ നൈറ്റിൽ സുഹൃത്തുക്കൾ, പിന്നെ അതിനുള്ളിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കും എല്ലാവർക്കും, പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം.